പരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സുവിശേഷ യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മഞ്ഞാലുമൂട്, പ്ലാവിള, തെറ്റിവിള ബ്രദറൻ സഭകളുടെ സംയുക്തമായി നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ എല്ലാ കരുതലും പരിപാലനവും എല്ലാം അനുഭവിച്ച് ഇന്നു രാത്രിയിൽ നമുക്ക് ഇവിടെ കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ ബാബു ഹെൻറി സാറ് ഈ പ്രദേശത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ച് ചില ഹൃദയങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് പ്രിയദാസനിലൂടെ ദൈവം പ്രവർത്തിക്കുകയും ഈ പ്രദേശത്ത് ചില സ്ഥലം സഭകൾ ഉണ്ടാകുവാനുമൊക്കെ അതിന് കാരണമായി തീരുകയും ചെയ്തു. കഴിഞ്ഞ 45 വർഷമായി ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലുമായി ഈ സുവിശേഷ സന്ദേശം പ്രിയ ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടും പരിശ്രമത്തോടും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 45 വർഷത്തിൻ്റെ ഒടുവിലത്തെ രാത്രിയാണ് ഇന്ന്. ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച ഈ സഭകളിലുള്ള ദൈവദാസന്മാരോട്, മൂപ്പന്മാരോട്, വിശ്വാസികളോട്, പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷുബു ബ്രദറിനോട്, സാമുവൽ പി ബാബു പ്രിയ സഹോദരനോടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പിള്ള ചയനാണ് ഇന്ന് ശുശ്രൂഷിക്കേണ്ടത്. എങ്കിലും തൻ്റെ ശുശ്രൂഷയുടെ തിരക്ക് കാരണം ഒടുവിലത്തെ ദിവസം എനിക്ക് കടന്നു വരുവാനായിട്ടിടയായി. ഈ പന്തലിനകത്തും പുറത്തുമായി ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കളെയും വിശ്വാസികളെയും തുടർന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടുവാൻ, ദൈവത്തിനായി ഒരുക്കപ്പെട്ട ചില ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനൊക്കെ ഈ സന്ദേശം കാരണമായി തീരട്ടെ. ഈ ലൈവിലൂടെയും അനേക ആളുകൾ ഈ ദൈവവചനം ശ്രവിക്കുന്നുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങളാണ് നാം കേട്ടത്. കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവർ വളരെ മനോഹരമായ ഗാനങ്ങൾ പാടുകയും അത് കേട്ടും കൂടെ പാടിയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിന് മുന്നോടിയായി കേൾക്കുന്ന ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങളാണ് നമ്മൾ പാടി കേട്ടതും ഒരുമിച്ച് പാടിയതും. ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നുള്ള സമയങ്ങളിൽ ദൈവം നമുക്ക് ആവശ്യമായ കൃപ നമുക്ക് നൽകുമാറാകട്ടെ.
ഇന്നു രാത്രിയിൽ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, എന്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ ഇന്ന് രാത്രിയിൽ ചിന്തനീയമായ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, എന്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നാം നോട്ടീസിലൊക്കെ കണ്ടതുപോലെ 45 വർഷമായി ഈ സുവിശേഷ യോഗം ഈ പ്രദേശങ്ങളിൽ നടത്തി വരികയാണ്. ഇവിടെയുള്ള സഭകൾ മാത്രമല്ല, മറ്റ് പല സഭകളും പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷ യോഗങ്ങളിലെല്ലാം കടന്നു ചെല്ലുമ്പോൾ അറിയുവാനും മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരൊറ്റ വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ഈ 45 വർഷമായും ഏകദേശം 147 പ്രസംഗങ്ങൾ കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ പ്രദേശത്ത് പ്രസംഗിക്കുമ്പോഴുമെല്ലാം കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിന് ഒരു തലക്കെട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനേക ആളുകൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ ലജ്ജയാണ്. ചിലർക്കത് പുച്ഛമാണ്, ചിലർക്ക് അപമാനമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്കത് ദൈവശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു, അതാണ് ഇന്നു രാത്രിയിലും നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പ്രാരംഭമായി ഒരു വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ചു കേൾക്കാം. 25-26 വാക്യങ്ങൾ, റോമാലേഖനം 3-ാം അധ്യായം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 25-26 വാക്യങ്ങൾ. ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. കർത്താവായ യേശു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ, ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ 3 ആണികളിൽ മേൽ കർത്താവായ യേശു ക്രിസ്തു തൂങ്ങപ്പെട്ട് കിടക്കുകയാണ്. വിശുദ്ധ ബൈബിൾ കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തി എന്നുള്ളതാണ്. പരസ്യമായി, ഏത് കണ്ണിനും കാണത്തക്ക നിലയിൽ, ആർക്കും വായിക്കത്തക്ക നിലയിൽ, ആർക്കും മനസ്സിലാകത്തക്ക നിലയിൽ കർത്താവായ യേശുവിനെ പരസ്യമായി ക്രൂശിൽ നിർത്തിയിരിക്കുകയാണ്. ഏത് മനുഷ്യനും നോക്കിയാൽ കാണത്തക്ക നിലയിലാണ് കർത്താവായ യേശുവിനെ ക്രൂശിൽ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നത്. നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം അത് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇവിടെ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നാം അവിടെ മനസ്സിലാക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ദൈവം നീതിമാനും
എന്നാൽ തൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാനും അത്രേ താൻ ആ കാര്യം ചെയ്തത് എന്നുള്ളതും നാം അവിടെ വായിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഒരു ദൈവത്തെ ദൈവം പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. വിശുദ്ധ ബൈബിളിൽ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും, ആകാശവും ഭൂമിയും മനുഷ്യനും സർവ്വചരാചരങ്ങളും. ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. അപ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സൃഷ്ടിതാവായ ദൈവമാണ്. മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം നിത്യനായ ദൈവമാണ്. ഈ നിത്യനായ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെയെങ്കിൽ ദൈവത്തെ ഉണ്ടാക്കിയത് ആരാണ്? ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടായിരുന്നവനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഉണ്ടായിരുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ദൈവം നിത്യനാണ്, ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത നിത്യനായ ദൈവമെന്നാണ് വിശുദ്ധ ബൈബിൾ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സൃഷ്ടിതാവായ ദൈവം നിത്യനാണ്. ആ നിത്യനായ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവം വിശുദ്ധനാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ യാതൊരു അശുദ്ധിയുമില്ല. ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൽ യാതൊരു കറയും യാതൊരു കുറ്റവും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയില്ല. ദൈവം പരമ വിശുദ്ധൻ എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ബൈബിൾ വളരെ മനുഷ്യന് മനസ്സിലാകത്തക്ക നിലയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം അവിടുന്ന് വിശുദ്ധനാണെന്നും അവിടുന്ന് നിത്യനാണെന്നും അവിടുന്ന് സർവശക്തനാണെന്നും സർവജ്ഞാനിയാണെന്നും സർവവ്യാപിയാണെന്നും ഒക്കെ ദൈവത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വായിച്ച് കേട്ട വേദഭാഗത്തിൽ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ളതാണ്. ദൈവം നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ യാതൊരു നിലയിലും അനീതി ചൂണ്ടിക്കാണിക്കുവാനോ ദൈവം അനീതിയുള്ളവൻ എന്ന് പറയുവാനോ ആർക്കും കഴിയുകയില്ല. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അവിടുന്ന് പരിപൂർണ നീതിമാനാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് ഈ നീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വാക്ക് നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് നീതി എന്ന് പറയുന്നത്. അതിനോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട് നീതിയും ന്യായവും, നീതിയും ന്യായവും. ഈ നീതിയും ന്യായത്തെക്കുറിച്ചൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളതാണ് ന്യായവും നീതിയും എന്ന് പറയുന്നത്. രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എടുത്തു നോക്കിയാൽ നീതിയും ന്യായവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്കത് ലഭിക്കാറില്ല. മതങ്ങളിൽ നോക്കിയാലും നീതിയും ആവശ്യമാണ്, പക്ഷേ പലപ്പോഴും ലഭിക്കാറില്ല. അങ്ങനെ സമൂഹത്തിൽ നീതിക്കായി ദാഹിക്കുന്ന മനുഷ്യന് പലപ്പോഴും നീതി ലഭിക്കാറില്ല എന്നുള്ളത് പരമ സത്യമാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നീതിക്ക് വേണ്ടി മനുഷ്യൻ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും പലരുമൊക്കെ ഭരണത്തിന് വരുമ്പോൾ നീതിയുള്ള ഒരു ഭരണം ഞങ്ങൾ കാഴ്ചവെക്കും എന്ന് പ്രതിജ്ഞാബദ്ധരായിട്ടാണ് അവരുടെ ഭരണത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യന് നീതിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നീതി കൊടുക്കുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർക്കൊക്കെ നീതി ലഭിക്കുമ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണം നോക്കി, സ്ഥാനം നോക്കി, വലിപ്പം നോക്കി, സൗന്ദര്യം നോക്കി, ആളുടെ ഗമയനുസരിച്ചാണ് പലരും നീതി നടപ്പാക്കി കൊടുക്കുന്നത്. പണമുള്ളവന് ഇവിടെ സ്ഥാനമുണ്ട്, നീതിയുണ്ട്. പണമുള്ളവന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സ്ഥാനമുള്ളവന്, അതുപോലെ തന്നെ സൗകര്യങ്ങളുള്ളവന്, വിദ്യാഭ്യാസമുള്ളവന്, സൗന്ദര്യമുള്ളവനൊക്കെ ഈ ഭൂമിയിൽ നീതി ചില സന്ദർഭങ്ങളിൽ അവന് ലഭിക്കാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നൽകുന്ന, മനുഷ്യന് നൽകുന്ന നീതി എന്ന് പറയുന്നത് കക്ഷിപക്ഷമില്ലാത്ത നിലയിൽ
മുഖവ്യത്യാസമില്ലാത്ത നിലയിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ യാതൊരു നിലയിലും വ്യത്യാസമില്ലാത്ത നിലയിൽ എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുന്ന നീതിമാനായ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സൃഷ്ടിതാവായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ, സർവജ്ഞാനിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. ആ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് അവിടുന്ന് നീതിമാനാണ്, അവിടുന്ന് നീതിമാനാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ഏത് മനുഷ്യനും കാണത്തക്കവണ്ണം പരസ്യമായി യേശുക്രിസ്തുവിനെ നിർത്തിയിരിക്കുകയാണ്. ക്രൂശിലേക്കൊന്ന് നോക്കുക. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കാണത്തക്ക നിലയിൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയിരിക്കുകയാണ്. ഈ ബൈബിൾ നാം വായിച്ച വേദഭാഗത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയിരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ ദൈവം യേശുവിനെ ക്രൂശിൽ ഉയർത്തി എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഈ ശബ്ദമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്ക് പറയുവാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ഉയർത്തിയത്, കാൽവരിയുടെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്, യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ തകർത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവനീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാനത് വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും നീതി ആവശ്യമാണ്. നീതിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നവരും ദാഹിക്കുന്നവരുമാണ് നമ്മളെല്ലാം. എന്നാൽ ദൈവം നീതിമാനാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ക്രൂശിൽ ഉയർത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയെ ലോകം കാണുക, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവനീതി എന്തെന്ന് പറയുന്നത് എന്താണെന്ന് അത് ലോകം കാണുക എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത്. നാം മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ പാപത്തിൽ വീണു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യർ എല്ലാവരും പാപത്തിൽ വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വാക്യം നമുക്ക് പരിചയമുള്ളതാണെങ്കിലും ഒന്ന് വായിച്ച് കേൾക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മതി. ഇവിടെ നാം വായിക്കുന്നത് അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരസ്യമായി ഏതു മനുഷ്യനും കാണത്തക്കവണ്ണം കാൽവരിയുടെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ ഇതാ ഉയർത്തിയിരിക്കുകയാണ്. കൈയും കാലും തുളയ്ക്കപ്പെട്ടവനായി, ശരീരം മുഴുവനും ചാട്ടവാറുകളാൽ അടിച്ച് കീറപ്പെട്ടവനായി, രക്തം വാർന്നൊഴുകി വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടവനായി യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ ഇതാ കിടക്കുകയാണ്. ആ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തൂക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആദ്യ മനുഷ്യനായ ആദാം മുഖാന്തരം ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും പാപം ചെയ്യുകയാൽ ആദാം മാത്രമല്ല പാപം ചെയ്തത്, ഈ പന്തലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പാപം ചെയ്തവരാണ്. ലോകത്തിലെ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയി എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എന്താ വായിക്കുന്നത്?
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് അവർ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആദാം തുടങ്ങി ലോകത്തിലെ സകല മനുഷ്യരും എല്ലാവരും പാപം ചെയ്ത് അവ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകമായി നാം കാണുന്നുണ്ട്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അവൻ അങ്ങനെ ചെയ്തു എന്നാണ് റോമാലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമെന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ തൂക്കിയത്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, പാപത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യൻ്റെ ആരംഭം എന്നാണോ അന്നു മുതൽ മനുഷ്യൻ്റെ മേൽ പാപം വന്നു. അതിന്നും പാപം പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പാപികളാണെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. എന്നാൽ ദൈവം പറയുന്നത് എന്താ? യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് പാപം ചെയ്ത ആളുകളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം ദീർഘക്ഷമ കാണിച്ചു എന്നാണ്. ആദാം പാപം ചെയ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനേക ആളുകൾ പാപം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. പാപത്തിൽ തിമിർത്ത്, പാപത്തിൽ നടമാടി, പാപത്തെ ആസ്വദിച്ച്, പാപത്തിൽ സന്തോഷിച്ച് മനുഷ്യൻ്റെ ആരംഭം മുതൽ മനുഷ്യൻ ഇവിടെ ജീവിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുക, ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. എന്തിനാ? ദൈവം പണ്ട് കാലങ്ങളിൽ ചെയ്ത പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിട്ടതിൻ്റെ കാരണം എന്താണെന്ന് ഈ റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ മേൽ ആ ശിക്ഷ നടപ്പാക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു പദ്ധതി ദൈവം ചെയ്തത് എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ പാപം ചെയ്യുന്ന സമയത്ത് ദൈവത്തോട് അടുക്കുവാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ മനുഷ്യൻ എന്ത് അറിയാമായിരുന്നല്ലോ? അവർ യാഗങ്ങൾ നടത്തുമായിരുന്നു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ യാഗങ്ങൾ നടത്തി ദൈവവുമായി മനുഷ്യൻ നിരക്കുവാൻ ശ്രമിക്കും, ദൈവവുമായി മനുഷ്യൻ അടുക്കുവാനായിട്ട് ശ്രമിക്കും. ഒരു വാക്യം വായിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വായിച്ചു പോകുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം എന്താണ് നമ്മൾ കാണുന്നത്? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, നോക്കണം, അവിടെ ഒരു മിനിറ്റ് നിർത്തണമേ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്തെത്തു മുതൽ മനുഷ്യൻ ദൈവത്തോട് അടുക്കുവാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ, പാപത്തിൻ്റെ പരിഹാരത്തിനായി, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തം ചൊരിയുവാൻ മനുഷ്യൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് യാഗമർപ്പിച്ച് പാപത്തിൻ്റെ പരിഹാരമുണ്ടായി ദൈവവുമായി മനുഷ്യൻ ബന്ധപ്പെടുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വായിക്കുന്നത് എന്താ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ശ്രദ്ധിക്കണമേ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി, 4000 വർഷമായി, 6000 വർഷമായി മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആരംഭം മുതൽ അവൻ പാപത്തിൽ തിമിർത്ത് അവൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കുറ്റബോധമുണ്ടാകുമ്പോൾ, മനസാക്ഷിയിൽ പാപബോധമുണ്ടാകുമ്പോൾ ദൈവത്തോട് അടുക്കുവാൻ പലതരത്തിലുള്ള യാഗങ്ങൾ മനുഷ്യൻ നടത്തി വന്നിരുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ലായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. ഇനി ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനങ്ങൾ 103-ന്റെ 10-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, അവൻ നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ഒരു ഭക്തൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി
പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ മനുഷ്യൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം അവൻ ചെയ്തില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം അവൻ ചെയ്തില്ല. ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നൂറ്റാണ്ടുകളായി മനുഷ്യൻ പാപം ചെയ്യുകയാണ്. ആ പാപത്തിനൊത്തവണ്ണം മനുഷ്യനോട് യാതൊരു നിലയിലുമുള്ള ശിക്ഷ ദൈവം നടപ്പാക്കിയില്ല എന്നുള്ളത് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖത്തിൽ പറയുന്നത്, ദൈവം തൻ്റെ പൊറുമയിൽ എന്ന് പറഞ്ഞാൽ ദൈവം ദീർഘക്ഷമയിൽ തൻ്റെ മുൻകാല, അതായത് മനുഷ്യൻ്റെ മുൻകാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് രണ്ട് നീതിയില്ല, ഒരൊറ്റ നീതി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ആ നീതി നടപ്പാക്കുവാൻ വേണ്ടിയാണ് മുൻകാലങ്ങളിൽ ദൈവം മനുഷ്യനെ പാപത്തിന് ശിക്ഷിക്കാതിരുന്നത് എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, മനുഷ്യൻ്റെ പാപങ്ങൾ കൊത്തവണ്ണം മനുഷ്യനോട് പകരം ചെയ്യാതിരുന്നപ്പോൾ, മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കൊത്തവണ്ണം മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കൊത്തവണ്ണം അവനോട് പകരം ചെയ്യാതിരുന്നപ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, മാനവജാതിയുടെ അകൃത്യത്തിനൊത്തവണ്ണം, മാനവജാതിയുടെ പാപത്തിനൊത്തവണ്ണം, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ദൈവം പാപത്തിനൊത്തവണ്ണം പകരം വീട്ടിയ ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യൻ്റെ പാപങ്ങൾ കൊത്തവണ്ണം ശിക്ഷ വിധിച്ച ഒരൊറ്റ സ്ഥലം എന്ന് പറയുന്നത്, അല്ലയോ ദേശനിവാസികളെ, അത് കാൽവരിയുടെ കൊലമരമാണ്. കാൽവരിയുടെ കൊലമരമാണ്. യേശുക്രിസ്തുവിന്റെ മേൽ ഇതാ ക്രൂശിൽ യേശുക്രിസ്തുവിനെ തൂക്കിയത്, യേശുക്രിസ്തുവിന്റെ മേൽ ദൈവം ശിക്ഷ നടപ്പാക്കിയത്, യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ തകർത്തത് ലോകത്തിലെ സകല മാനവ ജാതികളുടെയും പാപത്തിന്റെ പകരമായി അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി യേശുക്രിസ്തുവിന്റെ മേൽ ദൈവം വിധി നടത്തുകയുണ്ടായി, പാപത്തിന്റെ ശിക്ഷ നടത്തുകയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് ക്രൂശിൽ തറച്ചു കൊന്നു, യേശുക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാപപ്പെട്ടവനെന്നോ മുമ്പുള്ളവനെന്നോ പിമ്പുള്ളവനെന്നോ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കാണത്തക്ക നിലയിൽ മാനവജാതിയുടെ മുഴുവനും പാപം, മാനവജാതിക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത പാപം, മാനവജാതിയുടെ പകരം വീട്ടാത്ത പാപം, മാനവജാതിക്ക് ശിക്ഷ ലഭിക്കേണ്ടതായ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ചുമത്തിയത് യേശുക്രിസ്തുവിന്റെ മേലാണ്, യേശുക്രിസ്തുവിന്റെ മേലാണ്. അതുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ക്രൂശുമരണം അത്രമാത്രം ഭയാനകരമായ നിലയിലായിരുന്നു കർത്താവായ യേശുവിന്റെ ക്രൂശുമരണം. നാം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ആയിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രോമങ്ങളെല്ലാം പറിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം ധരിക്കുന്നത് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കോലുകൊണ്ട് അടിക്കുന്നത് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കയ്യും കാലും തുളയ്ക്കുന്നത് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറം കുത്തി തുറക്കുന്നത് കാണുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എവിടെയെങ്കിലും യേശുക്രിസ്തു ഈ അടികളെല്ലാം കൊണ്ടിട്ട് വേദനിച്ച് നിലവിളിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ അടിച്ചപ്പോഴും ഇടിച്ചപ്പോഴും വലിച്ചിഴച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും ഒന്നും കർത്താവായ യേശുക്രിസ്തു നിലവിളിച്ചില്ല. എന്നാൽ ഗെത്സമന തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവവുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്ത് മാനവജാതിയുടെ മുഴുവനും പാപവും യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തുമ്പോൾ ലൂക്കോസ് സുവിശേഷം 22:44 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ പ്രാണഭയത്തിലായി. മറ്റൊരു വേദഭാഗത്തിൽ പറയുക, അവൻ മരണവേദന അനുഭവിച്ചു എന്നാണ്. ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടിച്ചപ്പോഴല്ല അവൻ മരണവേദന അനുഭവിച്ചത്, മുൾക്കിരീടം ധരിച്ചപ്പോഴല്ല അവൻ മരണവേദന അനുഭവിച്ചത്, കയ്യും കാലും കാരിരും പാണികളാൽ തുളച്ചപ്പോഴല്ല അവൻ മരണവേദന അനുഭവിച്ചത്. പിന്നെ എപ്പോഴാണെന്നറിയാമോ? മാനവജാതിയുടെ മുഴുവനും പാപവും അവന്റെ മേൽ ചുമത്തിയപ്പോൾ അവന്റെ പ്രാണൻ
ഭയത്തിലായി, അവൻ പ്രാണഭയത്തിലായി, അവൻ മരണവേദന അനുഭവിച്ചു. എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം? അതുവരെ പാപം എന്താണെന്നറിയത്തില്ല, പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്യുവാൻ കഴിയുകയില്ല, പാപമെന്തെന്നറിയില്ല, പാപമെന്തെന്നറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ മാനവജാതിയുടെ മുഴുവനും പാപവും അവന്റെ തലമേൽ ചുമത്തിയപ്പോൾ അവന്റെ പ്രാണൻ പിടഞ്ഞു, മരണവേദന അനുഭവിച്ചു. അതാ വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ, അല്ലയോ തെറ്റിവിളയേ, എല്ലാവർക്കും നന്നായിട്ടറിയാം. എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാവരും പാപം ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു തീർത്തത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ പരസ്യമായി കാൽവരിയുടെ ക്രൂശിൽ നിർത്തിയത് ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുക. 2 പേരുടെ മേൽ ശിക്ഷ നടത്താതെ, 3 പേരുടെ മേൽ ശിക്ഷ നടത്താതെ, 2 രീതിയിൽ ശിക്ഷ നടത്താതെ ദൈവം നീതിമാനായത് കൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നീതീകരിക്കുവാൻ, യേശു ക്രിസ്തുവിന് മുമ്പുള്ളവരാകട്ടെ പിമ്പുള്ളവരാകട്ടെ എല്ലാ മനുഷ്യരെയും നീതീകരിക്കുവാൻ, ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു തൂങ്ങപ്പെട്ടു. യേശു ക്രിസ്തു തൂങ്ങപ്പെട്ടത് ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പെടുത്തലാണ്. പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ കഠോരമായ ശിക്ഷയാണ് കാൽവരിയുടെ ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ മേൽ നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ മേൽ കാണുന്ന പ്രധാനപ്പെട്ട ക്രൂശുമരണത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും പാപം യേശു ക്രിസ്തുവിന്റെ മേൽ മാത്രം ചുമത്തിക്കൊണ്ട് മാനവജാതിയെ മുഴുവനും യേശു ക്രിസ്തു നീതിമാന്മാരാക്കി തീർത്തു. അതാണ് നാം വായിച്ചത്. ദൈവം തന്റെ പൊറുമയിൽ മുൻകാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകമുണ്ട്. തന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ, തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ അത്രേ അവിടുന്ന് അങ്ങനെ ചെയ്തത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ തകർത്തത്, അല്ലയോ തെറ്റിവിളയേ, മാനവജാതിയുടെ ശിക്ഷ, ദൈവത്തിന്റെ നീതി നടപ്പാക്കുവാൻ ഒരുത്തന്റെ മേൽ ചുമത്തിയ ദൈവത്തിന്റെ നീതിയാണ് ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ അവിടുന്ന് ചുമത്തുകയുണ്ടായി. ദൈവ നീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ റോമാ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കാം. അതിനു മുമ്പ് അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ മതി, സമയം വളരെ പരിമിതമാണല്ലോ. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ശ്രദ്ധിക്കണമേ, കർത്താവായ യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചു, എന്തുകൊണ്ട് യേശുവിനെ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുക. അതായത് പാപത്തിന്റെ മേൽ സകല മനുഷ്യർക്കും വേണ്ടി ഒരുവന്റെ മേൽ ദൈവം ശിക്ഷ നടപ്പാക്കിക്കൊണ്ട്, ദൈവം സകല മനുഷ്യർക്കും വേണ്ടി ഒരുവന്റെ മേൽ ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ദൈവം സകല മനുഷ്യരെയും നീതീകരിക്കുവാൻ, എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുവാൻ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലാത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുവാൻ യേശു ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ദൈവം ഉയർത്തുകയുണ്ടായി. അതാണ് ഒന്നാമത്തെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണത്തെ കുറിച്ച് വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്നുകൂടെ വായിക്കാം ബ്രദറെ. 5-ാമത്തെ വാക്യം. ക്രിസ്തുവോ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ക്രൂശിച്ചു? എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അത് ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ആശയം പറയട്ടെ, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. രണ്ടാമത് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തെ മാനവജാതിയോട് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും നമുക്ക് വളരെ ഇഷ്ടമുള്ളതും
നമുക്ക് ആവശ്യമുള്ളതായ ഒരു കാര്യമാണ് സ്നേഹമെന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൻ്റെ എന്ത് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്നേഹമാണ്. മാതാപിതാക്കൾ തമ്മിലാകട്ടെ, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലാകട്ടെ, എവിടെയും ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ അല്പസമയം പോലും നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്നേഹം ഇന്ന് മനുഷ്യരിൽ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മത്തായി സുവിശേഷം സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 24-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അധർമ്മം പെരുകുന്നിടത്ത് സ്നേഹം എന്ത് ചെയ്യുന്നു? തണുത്തു പോകുന്നു എന്നാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തു പോകുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലങ്ങളിൽ ഒരു വീട്ടിൽ എത്ര പേരുണ്ടാകുമെന്നറിയാമോ? അപ്പച്ചനുണ്ടാകും, അമ്മച്ചി ഉണ്ടാകും, മക്കളുണ്ടാകും, മരുമക്കളുണ്ടാകും, അതുപോലെ കൊച്ചുമക്കളുണ്ടാകും. ഇവരെല്ലാം കുടുംബമായി ഉള്ള സ്ഥലങ്ങളിൽ പരിമിതപ്പെടുത്തി ചെറിയ വീടുകളായിരിക്കാം, എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത്രമാത്രം സ്നേഹം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിൽ അത്രമാത്രം വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 2 പേരിൽ കൂടുതൽ ഒരുമിച്ച് താമസിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കൊട്ടാരത്തിന് തുല്യമായ വലിയ വീടാണ്, ഉന്നതമായ 8-10 മുറികളുള്ള പ്രത്യേക തരത്തിലുള്ള സൗകര്യങ്ങളുള്ള റൂമുകളിലാണ് നമ്മൾ ഇന്ന് വീടുകൾ വെച്ച് താമസിക്കുന്നത്. എന്നാൽ അങ്ങനെ താമസിക്കുമ്പോഴെല്ലാം ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത നിലയിൽ മനുഷ്യനിന്ന് ചിതറിയിരിക്കുകയാണ്. നാം ഒന്ന്, നമുക്കൊന്ന്, നാം രണ്ട്, നമുക്കൊന്ന് തിയറിയിലേക്ക്, തത്വത്തിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്നേഹം കുറയുന്നത്? ഒരുമിച്ച് താമസിക്കുവാൻ കഴിയാത്തത് എന്താ? ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യുന്നു? തണുത്തു പോകുന്നു. ഇന്ന് സഭകളിൽ സ്നേഹമുണ്ടോ? കുടുംബത്തിൽ സ്നേഹമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടോ? മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹമുണ്ടോ? ഒരു കാര്യം പറയട്ടെ, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യുന്നറിയാമോ? തണുത്തു പോകുകയാണ്. പത്രത്തിൻ്റെ വാർത്തകൾ, ധാരാളം പത്രവാർത്തകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നമ്മുടെ നാട്ടിൽ ചില നാളുകൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഒരു വലിയൊരു ദുരന്തമുണ്ടായി. ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ അനേകരെ ക്രൂരമായ നിലയിൽ വിഷം കൊടുത്ത്, പാലിലും പായസത്തിലുമൊക്കെ വിഷം കൊടുത്ത് ക്രൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിനെയും കൊച്ചുമക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയൊക്കെ ക്രൂരമായി കൊല്ലുവാനുള്ള കാരണം ആ വീട്ടിൽ തന്നെയുള്ള ഒരു കാമുകനോട് ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കണമേ, ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷം കലക്കി കൊടുത്തു കൊന്നു. എന്തിനാണെന്നറിയാമോ? ഇവനെ ഒഴിവാക്കിയിട്ട് ഒരു പട്ടാളക്കാരനോട് താമസിക്കുവാൻ വേണ്ടിയാണ്. സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയെ എന്ത് ചെയ്തു? പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന്. അതിൻ്റെ കാരണം ആ പണത്തെയും അതുപോലെ തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? സ്നേഹം തണുത്തിരിക്കുന്നു. കാരണം എന്താ? അധർമ്മം മനുഷ്യൻ്റെ ജീവിതത്തിൽ പെരുകിയത് കൊണ്ട്, പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ പെരുകിയത് കൊണ്ട് സ്നേഹം തണുത്തുപോയി എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇനി ആ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തി അവിടെ പറയുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ ബ്രദറെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർബലം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. നോക്കണം, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുക, ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ മനുഷ്യൻ ഒരുപക്ഷെ സ്നേഹിക്കുമായിരിക്കാം. ആരെ? ഗുണവാന് വേണ്ടി ഒരുപക്ഷെ മരിക്കുമായിരിക്കാം. നമുക്കറിയാം, ഇവിടെ ധാരാളം മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മരിച്ച അനേക ആളുകളുണ്ട്. മതങ്ങൾക്ക് വേണ്ടി മരിച്ചുപോയ അനേക ആളുകളുണ്ട്. എൻ്റെ മതം നല്ലതാണ് എന്നുള്ള ചിന്തയിൽ മരിച്ചുപോയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മരിച്ച ആളുകളുണ്ട്. ഇനി സിനിമാ നടന്മാർക്ക് വേണ്ടി നടിമാർക്കും വേണ്ടി ചാകാൻ നിൽക്കുന്ന അനേകർ തമിഴ്നാട്ടിൽ വളരെ ഇപ്പോൾ അടുത്ത് വലിയ മരണമൊക്കെ നടക്കുകയുണ്ടായി. നടന്മാർക്കും നടിമാർക്കും വേണ്ടി ചാകുവാൻ നടക്കുന്ന ആളുകളെയും കാണുവാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം ഗുണവാന് വേണ്ടി, നല്ലവന് വേണ്ടി, ഉന്നതന് വേണ്ടി, പ്രമുഖന് വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കാം. എന്നാൽ ഈ തെറ്റിവിളയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അഭക്തന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? അഭക്തന് വേണ്ടി മരിക്കുമോ? ബലഹീനന് വേണ്ടി മരിക്കുമോ? സാധുവിന് വേണ്ടി മരിക്കുമോ? ഒന്നുമില്ലാത്തവന് വേണ്ടി മരിക്കുമോ? പാവപ്പെട്ടവന് വേണ്ടി മരിക്കുമോ? എളിയവന് വേണ്ടി മരിക്കുമോ? ദരിദ്രന് വേണ്ടി മരിക്കുമോ? ഇന്ന് രാത്രി, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലമരത്തിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് അല്ലയോ തെറ്റിവിളയെ, ഇന്ന് രാത്രി ഉച്ചേശ്വരം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കാൽവറിയുടെ കൊലമരത്തിൽ മരിച്ചത്, 2 കൈയും കാലും തുളയ്ക്കപ്പെട്ടത്, വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടത്, രക്തം വാർന്നൊഴുകിയത്, മുൾക്കിരീടം ചൂടിയത്, കാൽവറിയുടെ കൊലമരത്തിൽ യേശുക്രിസ്തു മരിച്ചത്. ഇന്ന് രാത്രി പറയട്ടെ, നീ കറുത്തവനാണോ എന്നുള്ളത് വിഷയമില്ല. കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, പണക്കാരനാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, നീ ഏത് ഗുണത്തിൽപ്പെട്ടവനാകട്ടെ, നിനക്ക് സമൂഹത്തിൽ ആരും വില തന്നില്ല എന്ന് വരാം, നിന്നെ ശ്രദ്ധിക്കുന്ന ആരും ഒരുപക്ഷെ ഇല്ല എന്ന് വരാം, നിന്നെ സ്നേഹിക്കുന്ന ആരും ഈ ഭൂമിയിലില്ല എന്ന് വരാം, നിന്റെ സ്നേഹം മുഴുവനും ഒന്നുമില്ലാതെ നിരാശയിൽ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഈ തെറ്റിവളയോട് ഉച്ചേശ്വരം വിളിച്ചു പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് കൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ ഉയർത്തി. അല്ലയോ തെറ്റിവിളയെ, തെറ്റിവിളയെ, സ്നേഹത്തോട് പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. നീ ഏത് മനുഷ്യനെന്നുള്ളത് അത് ദൈവത്തിന് വിഷയമല്ല. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ ചാണ്ടപ്പിള്ള ചെയ്യാൻ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഭിക്ഷക്കാരന് നമ്മൾ വില കൊടുക്കില്ലായിരിക്കാം, ദരിദ്രന് ഒരുപക്ഷെ നമ്മൾ മാന്യത കൊടുക്കില്ലായിരിക്കാം, ഒരു സാധുവിനെ നമ്മൾ ശ്രദ്ധിക്കില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നീ ഒരു ഭിക്ഷക്കാരനായിരിക്കാം, നീ ഒരു സാധുവായിരിക്കാം, നീ ഒരു ദരിദ്രനായിരിക്കാം, നീ എളിമയുള്ളവനായിരിക്കാം, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, നിന്നെ ഒരുപക്ഷെ പരിഗണിക്കുന്നില്ലായിരിക്കാം. ഇന്ന് രാത്രി ഈ തെറ്റിവിളയോട് പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്, നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. നിന്നെ മാറോട് ചേർത്ത്, നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയ ഒരു ദൈവത്തെ അല്ലയോ തെറ്റിവിളയെ ഇന്ന് രാത്രി ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി തെറ്റിവിളയോട് പറയട്ടെ, ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അല്ലയോ തെറ്റിവിളയെ, ലോകത്തെ സ്നേഹിച്ച ഒരു ദൈവം ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ലോകത്തിലെ സകല മാനവജാതികളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, സഭാ വ്യത്യാസമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തിയത് കാൽവറിയുടെ കൊലമരമാണ്. കാൽവറിയുടെ കൊലമരമാണ്. കാൽവറിയുടെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയത്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, യേശുക്രിസ്തു പ്രാണനെ വെടിഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം മാനവജാതിയോട് അത്രമാത്രമുള്ളത് കൊണ്ടാണ് ഈ സ്നേഹത്തെ വെളിപ്പെടുത്തി കാൽവറിയുടെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്നറിയുന്നു. സ്നേഹമെന്തെന്നറിയുന്നത്
പ്രാണനെ വച്ചു തരുന്നതിലും അധികമായ സ്നേഹമില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരുപക്ഷെ നീ നല്ലവനാകുമ്പോൾ നിന്നെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടാകാം. നിനക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും നിന്റെ അടുക്കൽ വരും. നിന്റെ ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ മാനിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അഭക്തനെയും ബലഹീനനെയും പാപിയെയും ശത്രുവിനെയും ഒരുപോലെ സ്നേഹിച്ച ഒരൊറ്റ സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലയോ തെറ്റിവിളയേ, അത് കാൽവരിയുടെ കൊലമരമാണ്. മാനവജാതിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം, മാനവജാതിയെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ആ ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശദീകരിക്കട്ടെ എന്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശു ക്രൂശിൽ മരിച്ചതിന്റെ കാരണം ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുക. പാപം ചെയ്ത് പാപത്തിൽ മരിക്കുന്ന മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷ കാൽവറിയുടെ കൊലമരത്തിൽ സകല മാനവജാതികൾക്കും വേണ്ടി ഒരുപോലെ ചുമത്തിക്കൊണ്ട്, ഒരുപോലെ പാപത്തിന്റെ ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ നീതീകരിക്കുവാൻ കഴിയുന്ന ഒരു സത്യ ദൈവത്തെ ഇന്ന് രാത്രി, അല്ലയോ തെറ്റിവിളയെ, ഇന്ന് രാത്രി ഉച്ചേശ്വരം ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നിന്നെ നീതീകരിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. യേശു മരിച്ചതിന് രണ്ടാമത്തെ കാരണം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ സ്നേഹം അനുഭവിച്ച അനേക ദൈവമക്കൾ ഈ പന്തലിനകത്തിരിപ്പുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലമരത്തിൽ ചൊരിഞ്ഞ ദൈവ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ അഭയം പ്രാപിച്ച ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഈ പന്തലിരിപ്പുണ്ട്. പ്രിയ സ്നേഹിത, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കുവാൻ, നിന്റെ പാപത്തിന് വേണ്ടി കാൽവരിയുടെ കൊലമരത്തിൽ കർത്താവായ യേശു മരിച്ചു. മൂന്നാമത്തെ ആശയം പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, സമയമില്ലാത്തതുകൊണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെ ഞാൻ പോവുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശു ക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു, അതിൻ്റെ 3-ാമത്തെ ആശയം 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ക്രൂശിച്ചു എന്നാണ് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ 3-ാമത്തെ ആശയം വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തി. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു, യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തി. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കാണത്തക്കവണ്ണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തി. ആ പരസ്യമായി നിർത്തിയതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി എന്ന് പറഞ്ഞാൽ പാപിയുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറപ്പിച്ചത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണ്. കർത്താവായ യേശു അവിടുന്ന് ആരാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്. ആ ദൈവമായിരുന്ന കർത്താവായ യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ദൈവമായ കർത്താവായ യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി എന്ന് പറയുമ്പോൾ, പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി മനുഷ്യനായി വന്ന് ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ മനുഷ്യൻ്റെ പാപം എത്ര ഭയങ്കരമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര ഭയങ്കരമായിരുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണല്ലോ ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാൻ 2-3 കാര്യങ്ങൾ പറയാം. യേശു ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു മരണമല്ല, നാച്ചുറൽ ഡെത്ത് അല്ല. അതായത് 50-60 വർഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് നമ്മളെല്ലാവരും മരിച്ചു മാറ്റപ്പെടും, അത് സ്വാഭാവികമായ മരണം. ഇനി ആത്മഹത്യ ചെയ്യാറുണ്ട് പലരും. ജീവിതത്തിൽ നിരാശ വന്ന് പരാജയം വരുമ്പോൾ ഒരു ചെറിയ കയറിലോ വിഷക്കുപ്പിയിലോ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ യേശുവിൻ്റെ മരണം ഒരു ആത്മഹത്യയല്ല. ഇനി ചില ആളുകൾ രക്തസാക്ഷികളായി തീരാറുണ്ട്. പാർട്ടിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, ഇസങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷികളായി തീരാറുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് രക്തസാക്ഷിത്വമായ മരണമല്ല. ഇനി യേശു ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു കൊലപാതകമല്ല. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നതല്ല, കൊലപാതകമല്ല, സ്വാഭാവികമായ മരണമല്ല, ആത്മഹത്യയല്ല, രക്തസാക്ഷിത്വ മരണമല്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ
പറയുന്നത് അത് പാപിയുടെ പ്രായശ്ചിത്ത മരണമാണ്. തെറ്റിവിളയോട് പറയട്ടെ, പാപത്തിന്റെ പ്രായശ്ചിത്തം മരിച്ച മരണം പാപിയുടെ പ്രായശ്ചിത്തത്തിനായി എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാനുള്ള സമയമില്ല, എങ്കിലും പെട്ടെന്ന് പറയട്ടെ. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപത്തിന് വേണ്ടി അവൻ പ്രായശ്ചിത്തം ചെയ്യണം. അത് ചെയ്യുന്ന രീതി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് യാഗമാണ് നടത്തുന്നത്. പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാൻ അവർ യാഗം ചെയ്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാറുണ്ട്. അങ്ങനെയുള്ള യാഗങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് അതൊരു പ്രായശ്ചിത്ത മരണമാണ്. പ്രായശ്ചിത്ത മരണമാണ്. ഞാൻ ഇങ്ങനെ പറയാം, ദൈവം തമ്പുരാൻ മനുഷ്യനായി വന്ന് ഈ നിലയിൽ ഒരു രക്ഷ ഒരുക്കണമെങ്കിൽ മനുഷ്യൻ്റെ പാപം എത്ര ഭയങ്കരമാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കയ്യീനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. കയ്യീനെ, നീ എന്തിനാണ് കോപിക്കുന്നത്? എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, കയ്യീനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണമെന്ന് ദൈവം പറയുക. കയ്യനോട് പറ, കയ്യനെ, പാപം നിന്റെ വാതിൽക്കല, നിന്റെ മുറ്റത്തുണ്ട്, നിന്റെ അടുത്തുണ്ട്, അത് നിന്നെ കീഴടക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, കയ്യനെ, നീ പാപത്തെ കീഴടക്കണം. നൂറ്റാണ്ടുകളായി ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ശബ്ദം പാപത്തെ കീഴടക്കണം. മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ പാപത്തെ കീഴടക്കണം. മാനവജാതിയോട് പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കൽ, നീ അതിനെ കീഴടക്കണമെന്ന്. എന്നാൽ ഇന്ന് 2025-ാമത്തെ നാളിൽ അതിൻ്റെ ഒടുക്കത്തെ മാസത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി തെറ്റിവിളയോട് പറയട്ടെ, പാപത്തെ കീഴടക്കുവാൻ, പാപത്തെ പരാജയപ്പെടുത്തുവാൻ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തുവെങ്കിലും ഇന്ന് രാത്രി പറയട്ടെ, പാപത്തെ മനുഷ്യന് കീഴടക്കുകയല്ല ചെയ്തത്, മറിച്ച് പാപം മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയ്യീനെ പാപം കീഴ്പ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ബൈബിൾ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യന്റെ പാപത്തെ മനുഷ്യന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ പാപത്തിന്റെ അടിമത്വത്തിൽ മനുഷ്യൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ലോകത്തിലെ ഒരു മനുഷ്യനും അവന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാൻ സാധിക്കുകയില്ല. കർമ്മമാർഗങ്ങൾ കൊണ്ട്, പുണ്യയാത്രങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കൊണ്ട് അല്ലയോ തെറ്റിവിളയോ മാനവജാതിയുടെ പാപത്തെ പരിഹരിക്കുവാൻ കഴിയുകയില്ലേ ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക, പാപത്തെ കീഴ്പ്പെടുത്തേണ്ട മനുഷ്യനെ പാപം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത പാപം, മനുഷ്യന് കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത പാപത്തിന്റെ ശിക്ഷ, മനുഷ്യന് അനുഭവിക്കേണ്ടതായ പാപത്തിന്റെ ശിക്ഷ, ലോകത്തിലെ സകല മാനവജാതികളുടെയും പാപം മുഴുവനും കാൽവരിയുടെ ക്രൂശിൽ യേശുക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടെ നിന്ന് അനുഭവിച്ചു തീർക്കുകയുണ്ടായി. ഈ തെറ്റിവിളയോട് പറയട്ടെ, നിന്റെ പാപത്തെ ചുമന്നു മാറ്റിയത്, നിന്റെ പാപത്തെ പരിഹരിച്ചത് നിന്റെ പുണ്യപ്രവർത്തികളല്ല, നിന്റെ ഭക്തിയല്ല, നിന്റെ ദാനധർമ്മങ്ങളല്ല. തെറ്റിവിളയോട് ഇന്ന് ശക്തമായിട്ട് പറയട്ടെ, അത് യേശുവിന്റെ രക്തമാണ്. ഇവിടെ നാം വായിക്കുന്ന വേദഭാഗത്തിൽ പറയുക, അവൻ്റെ രക്തത്താൽ, റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ രക്തത്താൽ പ്രായശ്ചിത്തമുണ്ട്, പാപിക്ക് പ്രായശ്ചിത്തമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന് പ്രായശ്ചിത്തം നൽകുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഇവിടെ ഇരിക്കും, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം, ഗദസമന തോട്ടം മുതൽ കാൽവരിയുടെ മല വരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച പാടുപീടകളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യേശുക്രിസ്തുവിന്റെ തലയിൽ അവൾ മുൾക്കിരീടം ധരിച്ചു, യേശുക്രിസ്തുവിനെ കോലുകൊണ്ട് അടിച്ചു, അവനെ ചാട്ടവാറുകൾ കൊണ്ടടിച്ചു, അവന്റെ ശരീരം മുഴുവനും ഉഴവ് ചാലുപോലെ കീറപ്പെട്ടു. ബൈബിൾ പറയുക, ഒരു ഉഴവ് ചാലുകാരൻ തന്റെ വയല് ഉഴുതുമറിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് ഉഴുതുമറിക്കുകയുണ്ടായി. അവന്റെ കൈയും കാലും പച്ച മരക്കുരിശോട് ചേർത്ത് വെച്ച് കാരിരും പാണികളാൽ യേശുക്രിസ്തുവിനെ തറയ്ക്കുകയുണ്ടായി. കാൽവരിയുടെ കൊലമരത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയതിനു ശേഷം അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേൽപ്പിക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, രക്താഭിഷിക്തനായി രക്തത്തിൽ കുളിച്ച് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി തന്റെ ശരീരം മുഴുവനും അടിച്ച് കീറപ്പെട്ട് രക്തം വാർന്നൊഴുകി രക്തത്തിൽ കുളിച്ച് കാൽവരിയുടെ ക്രൂശിൽ യേശുക്രിസ്തു രക്തം തന്നത് എന്തിനാണെന്നറിയാമോ? എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ട്
നേരിട്ടല്ലാതെ വിമോചനമില്ല. ഇന്ന് രാത്രി തെറ്റിവിളയോട് പറയട്ടെ, മാനവജാതിയുടെ പാപത്തിന്റെ വിമോചനം, മാനവജാതിയുടെ പാപത്തിൽ നിന്നുള്ള രക്ഷ അത് രക്തച്ചൊരിച്ചിലൂടെ മാത്രമാണ്. കാൽവരിയുടെ കൊലമരത്തിൽ യേശുക്രിസ്തു രക്തം ചിന്തി, രക്തം തന്ന് മാനവജാതിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം വരുത്തുവാൻ, പാപി കൊടുത്ത് തീർക്കേണ്ടതായ പാപത്തിൻ്റെ ശിക്ഷയുടെ എല്ലാ ശിക്ഷയും യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ മേൽ അനുഭവിച്ചു തീർക്കുകയുണ്ടായി. അവിടുന്ന് ക്രൂശിൽ മരിച്ചു, രക്തം ചിന്തി, രക്തം തന്ന് നമ്മെ രക്ഷിച്ചത് നമ്മുടെ പാപത്തിൽ നിന്ന് പ്രായശ്ചിത്തമായി വരുത്തുവാൻ, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവായ യേശുവിൻ്റെ ശരീരം അയച്ച് അതഴിച്ചെടുത്തിട്ട് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അവനെ ഒരു പുതിയ കല്ലറയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ വെച്ചു. ഒരു വലിയ കല്ല് ഉരുട്ടി ആ കല്ലറ അടച്ചു വെച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ പടയാളികളെ നിർത്തി. എന്തിനാ നിർത്തിയെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു ഉയർക്കുവാൻ പാടില്ല. അവിടെ നിന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തു ഉയർക്കുവാൻ പാടില്ല എന്നുള്ള നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവന്റെ കല്ലറ അടച്ചു വയ്ക്കുകയുണ്ടായി. കാവൽ പടയാളികളെ നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമൻ കോടതിയുടെ മുദ്ര കൊണ്ടുവന്ന് ആ കല്ലറയെ പതിക്കുകയുണ്ടായി. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഇനി ഈ കല്ലറയുടെ അധികാരം ഞങ്ങൾക്കാണ്, ഇതിന്റെ അവകാശം ഞങ്ങൾക്കാണ്. ഇവിടെ അടുത്തു വരുവാൻ ആർക്കും കഴിയുകയില്ല. അവന്റെ ശിഷ്യന്മാർക്കോ അവനെ അനുഗമിക്കുന്ന ജനത്തിനോ അവനെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്കോ ആർക്കും തന്നെ ഈ കല്ലറയുടെ ഉടമസ്ഥനോ യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ അടുക്കൽ വരുവാൻ അവകാശമില്ല. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന കാവൽ പടയാളികൾ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഈ തെറ്റിവിളയോട് ഉച്ചേശ്വരൻ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അടച്ചു വച്ച കല്ലറയെ മൂന്നാമത്തെ ദിവസം തുറന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഉത്തുംഗ പ്രതാപനായി മരണത്തിന്റെ മേൽ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഒരു ശക്തമായ സന്ദേശം പറയട്ടെ. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ ജീവിക്കുന്ന ഒരു സത്യദൈവമുണ്ട് എങ്കിൽ ഈ തെറ്റിവിളയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. നമ്മുടെ കർത്താവായ യേശു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചത് പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി. എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന മനുഷ്യനെ അവനെ രക്ഷിക്കുവാൻ, അവൻ്റെ പാപത്തിന് പകരം കൊടുത്തു തീർക്കുവാൻ പറ്റാത്ത ശിക്ഷ എന്ന കടത്തെ കൊടുത്തു തീർത്തുകൊണ്ട് അവനെ രക്ഷിക്കുവാൻ യേശു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ യേശുക്രിസ്തു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നാലാമത്തെ ആശയം കൂടെ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ഞാൻ നിർത്തട്ടെ. എന്തിനാണ് യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചത്? റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 21-ാമത്തെ വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും, ശ്രദ്ധിക്കണമേ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതി ലഭിക്കേണ്ടതിന് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിൻ്റെ കാരണം, ഒന്ന്, ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുക. പാപത്തിന് ഒരുവൻ്റെ മേൽ ന്യായവിധി നടത്തി എല്ലാ മനുഷ്യരെയും ഒരുപോലെ രക്ഷിച്ച ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുക. രണ്ട്, ലോകത്തിൽ മാനവജാതിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവൻ തന്ന് മാനവജാതിയെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക. മൂന്നാമത്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവന് പ്രായശ്ചിത്തം വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പ്രായശ്ചിത്തം ഉണ്ട് എന്നുള്ളത് മനുഷ്യന് വെളിപ്പെടുത്തുക. നാലാമത്തെ ആശയം ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശ്വസിക്കുന്നവർക്ക് നീതീകരണമുണ്ട്. വിശ്വസിക്കുന്നവരുടെ നീതീകരണത്തിനായി യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം നിർത്തുവാനായിട്ട് പോവുകയാണ്. കർത്താവായ യേശുവിനെ എന്തിനാണ് ക്രൂശിച്ചതെന്നറിയാമോ? എന്തിനാണ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറപ്പിച്ചു എന്നുള്ളത് അറിയാമോ? പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവന് നീതീകരണമുണ്ട്. അതുകൊണ്ട് യേശുവിനെ ക്രൂശിൽ തറപ്പിച്ചു, യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളത്
വിശുദ്ധ ബൈബിൾ പറയുകയാണ്. ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീതീകരണമുണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്. എന്തിലെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ നീതീകരണമുണ്ടെന്നല്ല പറയുന്നത്. പല ക്രിസ്ത്യാനികളും ചിന്തിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ വിശ്വാസം എന്തായാലും അതെന്നെ രക്ഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്തിലെങ്കിലും വിശ്വസിച്ചാൽ, എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ എനിക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കാം. ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഇങ്ങനെ പറയുന്നത്, എടുത്തായിരുന്നോ ബ്രദറെ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. ശ്രദ്ധിക്കണമേ, ദൈവരാജ്യത്തിൽ കിടക്കുവാൻ ദൈവം ഒരു മുഖാന്തരം വച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ എന്താണ് ആ ഇഷ്ടം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടമോ കിട്ടിയായിരുന്നോ? അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ വിശ്വസിക്കുക അത്രയേ ചെയ്യേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം പറയുക, കർത്താവ് പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഈ തെറ്റിവിളയോട് പറയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. എന്താണ് ആ ദൈവത്തിന്റെ ഇഷ്ടം? ആ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുക, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക അത്രയേ ചെയ്യേണ്ടത്. ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, ഏതെങ്കിലും വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല. ദൈവവിശ്വാസം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുകയില്ല. എന്തെങ്കിലും വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല. എവിടെയെങ്കിലും വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല. ഇന്ന് രാത്രി പറയട്ടെ, യേശുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പാപത്തിൽ നിന്നുള്ള മോചനമില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തിയിലും രക്ഷയില്ല. ഇന്ന് രാത്രി തെറ്റിവിളയോട് പറയട്ടെ, നിനക്ക് രക്ഷിക്കപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ പോകുവാൻ, ദൈവത്തിന്റെ വകയായി തീരുവാൻ ഒരൊറ്റ വിശ്വാസം മാത്രമേയുള്ളൂ. അത് യേശുവിലുള്ള വിശ്വാസമാണ്. ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് പറയാം, യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസമല്ലാതെ ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെ മോചനമില്ല. ഒരുപക്ഷെ നീ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ നിനക്ക് വേണ്ടി കാൽവരിയുടെ കൊലമരത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പാപത്തിൽ നിന്നുള്ള മോചനമില്ലേ ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, യേശുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പാപമോചനമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, 45 വർഷമായി ഈ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സന്ദേശം മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. 45 വർഷമായിട്ടും പ്രസംഗത്തിൻ്റെ വ്യക്തി മാറിയിട്ടില്ല, പ്രസംഗിക്കേണ്ട വ്യക്തി മാറിയിട്ടില്ല, പ്രസംഗ വിഷയം മാറിയിട്ടില്ല. ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ തെറ്റിവിളയോട് പറയട്ടെ, നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാത്ത ഏവനും നശിച്ചു പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്, മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. അതിനപ്പുറം നിന്നെ രക്ഷിക്കുവാൻ ആരും ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരുപക്ഷെ പാർട്ടിക്കാർ കാണാം, ഒരുപക്ഷെ മതത്തിന്റെ ആളുകൾ കാണാം, നിന്നെ സഹായിക്കുവാൻ മറ്റു പലരും കാണാം. എന്നാൽ ഇങ്ങനെ പറയട്ടെ, മരണത്തിനപ്പുറം നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരുത്തനുമില്ല കേട്ടോ. നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക സത്യ ദൈവമായ യേശു അല്ലാതെ മറ്റൊരുവനില്ലേ ഇല്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അവൻ്റെ നാമം മൂലം പാപമോചനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ വകയായി തീരുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രി കർത്താവായ യേശു എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു? യേശു ക്രിസ്തുവിൻ്റെ മേൽ ന്യായവിധി നടത്തിക്കൊണ്ട് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച സത്യം, ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചതിൻ്റെ കാരണം. നാം ഓർത്തതുപോലെ യേശു ക്രൂശിൽ എന്തുകൊണ്ട് മരിച്ചു? ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് വെളിപ്പെടുത്തുക. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ദൈവസ്നേഹത്തെ ക്രൂശിലെ മരണത്തിലൂടെ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയുണ്ടായി. നിന്റെ പാപത്തെ എങ്ങനെ പരിഹരിക്കും? ആ പാപത്തിൻ്റെ കടം എങ്ങനെ കൊടുത്തു തീർക്കും? നീ പേടിക്കേണ്ട. നിന്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ഉയരത്തിൽ ജീവിക്കുന്നു. ഈ യേശു എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു? നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിങ്ങളുടെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കുവാൻ യേശു മതിയായവനാണ്. ഈ യേശുവിനെ ഇന്ന് രാത്രി ആർക്കാവശ്യമുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എന്നെ സ്നേഹിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് മുതൽ അങ്ങേക്കായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് മുതൽ യേശുവിനായി ജീവിക്കും. എൻ്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ നിന്നോട് ഏറ്റുപറയുന്നു. ഞാൻ ഇന്ന് മുതൽ അങ്ങേക്കായി ജീവിക്കും. ഇന്ന് രാത്രി ആർക്കെങ്കിലും ഈ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ആർക്ക് സാധിക്കും? കർത്താവായ യേശുവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഞാൻ ഇന്ന് മുതൽ അങ്ങേക്കായി ജീവിക്കും. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കാം. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഈ കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയും. ഇന്ന് രാത്രി ആരെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ കർത്താവായ യേശു എനിക്ക് വേണമെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദര, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി, ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. ഈ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.